ദൈവത്തിന് നന്ദി പറയട്ടെ. When God promotes, ദൈവം ഉയർത്തുമ്പോൾ nobody can put you down. പിന്നെ ആർക്കും താഴ്ത്തിയിടുവാൻ കഴിയുകയില്ല. It may be a slow promotion, അതൊരു പയ്യെയുള്ള ഒരു but it will പദ്ധതിയായിരിക്കും. go so high. പക്ഷേ അത് വളരെ ഉയരങ്ങളിലേക്ക് എത്തും. Even if the whole world tried to put you ഈ down, മുഴുവൻ ലോകവും നമ്മളെ താഴ്ത്തിയിടുവാൻ ശ്രമിച്ചാലും unless He does. ദൈവം ചെയ്യാതെ, And I know that God will never do. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് That is the promotion comes from the Lord. അപ്രകാരമാണ് ദൈവികമായ Bible says, വചനം വിളിച്ചു പറയുന്നു, promotion doesn't come from east or west. ആമേൻ, തെക്കുന്നോ വടക്കുന്നോ അല്ല നിന്റെ ഉയർച്ച വരുന്നത്. Promotion comes from the Lord. ആമേൻ, ഉയരങ്ങളിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നാണ് Self ഉയർച്ച promotion വരുന്നത്. are limited. Self promotions are limited. സ്വയമേ ഉയർത്താൻ ശ്രമിച്ചാൽ അതിനെല്ലാം പരിധിയുണ്ട്. People promotions are limited. ജനം നമ്മളെ ഉയർത്തുന്നതിനെല്ലാം But പരിധിയുണ്ട്. God's promotion പക്ഷേ ദൈവം നമ്മളെ has no ഉയർത്തുമ്പോൾ limit at all. അതിന് ഒരു പരിധിയുമില്ല. So church, what would you like to do? അതുകൊണ്ട് സഭയ്ക്ക് എന്താണ് Do you ആവശ്യം? want people to promote you? ജനം നമ്മളെ ഉയർത്താനാണോ? Do you want that? അതാണോ ആവശ്യം? No. അല്ല, Let God do that. ദൈവം അത് ചെയ്യട്ടെ. That can happen in your job. അത് നിങ്ങളുടെ ജോലിയിൽ That നടക്കും. can happen in your business. നിങ്ങളുടെ ബിസിനസ്സിൽ അത് നടക്കാം. You know, when your co-workers promote you, ആമേൻ, നിങ്ങളുടെ കൂട്ട് ജോലിക്കാരൻ നിങ്ങളെ ഉയർത്തുമ്പോൾ, no matter what, in few days they will depromote you. ആമേൻ, ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനുശേഷം അവർ തന്നെ താഴ്ത്തും. Allow God to promote you. ദൈവം നിങ്ങളെ ഉയർത്താനൊന്ന് We are ശ്രമിക്കുക. talking about a Holy Spirit നാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. that can promote you. ആമേൻ, നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന You know, ആത്മാവ്. last week I started this positioning of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ആരംഭിക്കുവാനിടയായി. And when I was talking about this, I told you there are 4 important possessions of Holy Spirit in our life. നമ്മുടെ ജീവിതത്തിൽ 4 പ്രാധാന്യമുള്ള പരിശുദ്ധാത്മാവിന്റെ സ്ഥാനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. For those who were not last week, I just want to tell one thing. ആമേൻ, കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. What Jesus was for the disciples when he was in the world, ശിഷ്യന്മാർക്ക് കർത്താവായ യേശുക്രിസ്തു എപ്രകാരമായിരുന്നു ഈ ലോകത്തായിരുന്നപ്പോൾ, it is the same thing the Holy Spirit is for us after Jesus left this earth. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗസ്ഥനായ ശേഷം പരിശുദ്ധാത്മാവ് അപ്രകാരം തന്നെ നമുക്ക് വേണ്ടിയുണ്ട്. Jesus said, I am going, കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, but I will not leave you orphans. പക്ഷെ നിങ്ങളെ അനാഥരായി ഞാൻ വിടുകയില്ല. I give my spirit to you. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. He will be with you. ആ ആത്മാവ് നിങ്ങളോടൊപ്പമായിരിക്കും. Just like I was with you. ഞാൻ നിങ്ങളോടൊപ്പം എപ്രകാരമായിരുന്നു, The Spirit will be with you. അതേ ആത്മാവ് നിങ്ങളോടൊപ്പം He will തന്നെയായിരിക്കും. guide you. നിങ്ങളെ നയിക്കുവാൻ He will ഇടയാകും. teach you. നിങ്ങളെ അഭ്യസിപ്പിക്കുവാൻ He will lead ഇടയാകും. you to healing. ആമേൻ, നിങ്ങളെ സൗഖ്യത്തിലേക്ക് He will നടത്തും. lead you to walk in victory. നിങ്ങളെ ജയത്തിലേക്ക് നടത്തുവാൻ You will ഇടയാകും. walk in dominion. നിങ്ങളെ ജയാളിയായി So നടത്തുവാൻ friends, ഇടയാകും. I want to let you know അതുകൊണ്ട് നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, today who is very active among us. ആമേൻ, നമ്മുടെ നടുവിൽ ആരാണ് ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്നത്? Yes, of course, Father is there, Son Jesus Christ is there, but today Holy Spirit is very active in our life. തീർച്ചയായിട്ടും പിതാവുണ്ട്, പുത്രന് നമ്മുടെ നടുവിലുണ്ട്, പക്ഷേ അതിലുപരിയായി ഏറ്റവും ആക്റ്റീവായി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. The 4 positions that we heard. നാം കേട്ട 4 സ്ഥാനങ്ങൾ. Position number 1. ഒന്നാമത്തെ സ്ഥാനം, Holy Spirit is beside me. നമ്മുടെ അരികെ ഉള്ള പരിശുദ്ധാത്മാവ്. Holy Spirit is within me. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്. Holy Spirit is upon me. എൻ്റെ മീതെയുള്ള And പരിശുദ്ധാത്മാവ്. Holy Spirit is filling me. എന്നെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. The first one we already spoke about it. അതിൽ ഒന്നാമത്തെ സ്ഥാനം നാം ചിന്തിച്ചു കഴിഞ്ഞു. What is that Holy Spirit beside me? എൻ്റെ അരികെയുള്ള പരിശുദ്ധാത്മാവ് എന്താണ്? When I am a sinner. ഞാൻ ഒരു പാപിയായിരിക്കും. When I have not accepted Jesus Christ. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്ന സമയത്ത് Still the Holy Spirit is there. ആ സമയത്ത് പരിശുദ്ധാത്മാവ് അരികെയുണ്ട്. So most of us know the Holy Spirit comes only when we speak in tongues. നമ്മൾ ചിന്തിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കാൻ മാത്രമേ പരിശുദ്ധാത്മാവ് No, വരുത്തുള്ളൂ. absolutely no. അപ്രകാരം ഒരിക്കലുമല്ല. Holy Spirit is there even with a sinner. ആമേൻ, ഒരു പാപിയോടൊപ്പം പരിശുദ്ധാത്മാവുണ്ട്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? To convict him about the sin. കാരണം ആ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. That's how we came to know Jesus. അപ്രകാരമാണ് നാം ക്രിസ്തുവിനെ We അറിയുവാനിടയായത്. were sinners. നാം പാപികളായിരുന്നു. We were unrighteous people. നാം അനീതിയുള്ള We were പ്രവൃത്തികളായിരുന്നു. deep down in addictions. നാം അഡിക്ഷനിൽ വീണു Holy Spirit was beside us. നമ്മുടെ അരികെ ആ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. Holy Spirit followed us. നമ്മളെ അനുഗമിച്ചു ആ One പരിശുദ്ധാത്മാവ്. fine morning, ഒരു പകൽക്കാലം this Holy Spirit convicted us. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് Hey, ബോധ്യം you വരുത്തി. are a sinner. അതെ, നീ ഒരു പാപിയാണ്. You are running after other
other gods. നീ മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ You are ഓടുകയാണ്. running after darkness. നീ അന്ധകാരത്തിലേക്കാണ് നടന്നു You need a നീങ്ങുന്നത്. savior. നിനക്കൊരു രക്ഷകനെ And Holy ആവശ്യമാണ്. Spirit told us ആ പരിശുദ്ധാത്മ നമ്മളോട് പറഞ്ഞു, there is only one savior ആമേൻ, ഒരേ ഒരു രക്ഷിതാവേ ഉള്ളൂ. under the heaven. ആ, അത് Above the earth. ഭൂമിക്ക് മീതെ There is only one name ഒരേ ഒരു നാമം മാത്രമേ to be ഉള്ളൂ. saved. രക്ഷിക്കപ്പെടുവാൻ. That is Jesus അത് Christ. കർത്താവായ യേശു Who told ക്രിസ്തുവാണ്. us that? ആരാണ് നമ്മളോട് അത് പറഞ്ഞത്? Holy Spirit told us. പരിശുദ്ധാത്മാവാണ് How പറഞ്ഞത്. he told us? എപ്രകാരം നമ്മളോട് പറഞ്ഞു? Through the word of God. ദൈവ Through a വചനത്തോടുകൂടെ, preaching. ഒരു ശുശ്രൂഷയിൽ കൂടെ, Through a preacher. ആമേൻ, ഒരു ശുശ്രൂഷകനിൽ Through a കൂടെ, friend. ഒരു സുഹൃത്തിൽ കൂടെ. That was the day I was convicted of my sin. അന്നാണ് എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായത്. And that is my precondition, pre-salvation condition. അതാണ് എന്റെ രക്ഷയുടെ മുമ്പ് ഉള്ള ഒരു When സ്ഥിതി. Holy Spirit was beside me. ആ പരിശുദ്ധാത്മാവ് എന്റെ അരികെ ഉണ്ടായിരുന്നു. Now I don't want to go further with that. ആമേൻ, അതിൽ നിന്ന് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. Number 2. രണ്ടാമതായി, When Holy Spirit come within me. ആമേൻ, പരിശുദ്ധാത്മാവ് എപ്പോൾ എന്റെ ഉള്ളിലേക്ക് What വരും. does that mean? ആമേൻ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Now when I accept Jesus Christ as my personal savior. ഇപ്പോൾ ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ That day Holy Spirit indwells inside me. ആ ദിവസം ഈ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ അധിവസിക്കുവാനിടയാകും. Bible says Holy Spirit tabernacled with man. വചനം പറയുന്നത് ജനത്തിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് കൂടാരമടിച്ചുവെന്ന്. When Holy Spirit come within me. ആമേൻ, ഈ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ That is a post salvation condition. അത് രക്ഷയ്ക്ക് ശേഷമുള്ള ഒരു അവസ്ഥയെ See, the കാണിക്കുന്നു. gift of salvation Father offers us ഈ രക്ഷയുടെ ഈ ദാനം പിതാവ് നമുക്ക് നൽകി തരുന്നു. through Jesus Christ, അത് ക്രിസ്തുവിൽ who കൂടിയാണ്. died on the cross, ആ കാൽവറി ക്രൂശിൽ മരിച്ചു, who was buried, അടക്കപ്പെട്ട്, who got risen on the third day. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്, And because of the glorification, ആ തേജസ്കരണം മുഖാന്തരം, so death, burial, resurrection, and ascension to heaven is what we call as glorification. മരണം, അടക്കം, പുനരുത്ഥാനന്തം, അതാണ് നാം തേജസ്കരണത്തെ കുറിച്ച് പറയുന്നത്. That is the time ആ സമയത്താണ് when Holy Spirit quickens us. ആമേൻ, ആ സമയത്ത് ഈ പരിശുദ്ധാത്മ നമ്മളെ We നിർബന്ധിക്കുവാനിടയാകും. receive the gift of salvation. ആ രക്ഷാദാനം നമുക്ക് So ലഭിക്കുവാനിടയാകും. anybody who have not received Jesus, ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർ, the position is still beside. Holy Spirit's position in your life is beside you. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം ഇപ്പോഴും നിങ്ങളുടെ But അരികെ when we receive മാത്രമാണ്. Holy Spirit, when we receive Jesus, പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ He is within us. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് See, വരും. Romans chapter 10 verse 9 and 10 says, റോമാ ലേഖനം 10:9-10 ഇപ്രകാരം പറയുന്നു. and it says, let's read together, because if you confess with your mouth, I want you to read louder, mouth, that Jesus is Lord, and believe in your heart that God raised him from the dead, you will be saved. For with the heart one believes, go back, with the heart one will go back, with the heart one believes and is justified, and with the mouth one confesses and is saved. So two things are important: believing in the heart and confessing from your രണ്ട് mouth. കാര്യം ഇവിടെ പ്രാധാന്യമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. What are you believing? എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? You're believing the glorification of Jesus. ക്രിസ്തുവിന്റെ ആ തേജസ്കരണം വിശ്വസിക്കുകയാണ്. What is that glorification? എന്താണ് ആ തേജസ്കരണം നാം You're പറഞ്ഞത്? believing that God sent his only son, നാം വിശ്വസിക്കുന്ന ദൈവം തന്റെ സ്വന്തം പുത്രനെ അയച്ചു, who allowed him to be dead on the cross, ആ കാൽവറി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി അനുവദിച്ചു, who allowed him to be buried അടക്കപ്പെടുവാൻ അനുവദിച്ചു, on the third day. മൂന്നാം നാൾ Oh, the Amen. door of the Hallelujah. grave was ആ open. കല്ലറയുടെ വാതിൽ തുറക്കുവാനിടയായി. The stone rolled away. ആ കല്ല് ഉരുട്ടി മാറുവാനിടയായി. Dead body began to breathe. ആ മരിച്ച ശരീരം ജീവൻ പ്രാപിക്കുവാനിടയായി. Nobody had to untie him. ആരും തന്റെ കെട്ടയച്ചു മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. He untied himself. തന്നെ കെട്ടയച്ചു മാറ്റുവാനിടയായി. He got out of the grave. ആ കല്ലറയിൽ നിന്ന് പുറത്തു വരുവാനിടയായി. Showed himself to the disciples. തന്നെ ശിഷ്യന്മാർക്ക് കാണിച്ചു Showed കൊടുക്കാനിടയായി. himself to the church. ആ സഭയ്ക്ക് തന്നെ കാണിച്ചു കൊടുക്കാനിടയായി. Showed himself to multiple people. ഒരുപാട് ജനത്തിന് മുമ്പാകെ കാണിച്ചു കൊടുക്കാനിടയായി. There are witnesses of more than 500 people who saw Jesus after resurrection. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ട 500-ൽ പരം ദൃക്സാക്ഷികൾ ഉണ്ടെന്ന് വചനം Not പറയുന്നു. in just Bible, വചനത്തിൽ മാത്രമല്ല, but historical book says. ചരിത്ര പുസ്തകത്തിൽ വായിക്കുമ്പോൾ Roman historian writes. റോമൻ ചരിത്രകാരന്മാർ എഴുതുന്നു. And during those times, many other historians wrote. ആ സമയത്ത് മറ്റ്
പല ചരിത്രകാരന്മാർ The man called Jesus, യേശു എന്ന് പറയുന്ന വ്യക്തി who naturally died, സാധാരണമായി but മരിച്ചുപോയി, supernaturally was അസാധാരണമായി seen to many, ആമേൻ മറ്റുള്ളവരുടെ was മുമ്പാകെ seen to പ്രത്യക്ഷപ്പെട്ടു. many, മറ്റുള്ളവർ and കാണുവാനിടയായി. many have witnessed. ഒരുപാട് പേര് ദൃക്സാക്ഷികളാണ്. Writers, those historians, those were not believers, those were unbelievers, wrote about the resurrection and the scene of Amen. Jesus Christ in different places. ആമേൻ. അവിശ്വാസികളായ ചരിത്രകാരന്മാർ എഴുതി വെച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ So കണ്ടവരുണ്ട്. it's not just Bible. അതുകൊണ്ട് വചനത്തിൽ മാത്രമല്ല History says. ചരിത്രം വിളിച്ചു പറയുന്നു. That's why nobody could reject the history. അതുകൊണ്ടാണ് ചരിത്രം തിരസ്കരിക്കാൻ ആർക്കും കഴിയാത്തത്. History has been divided into AD and BC because of one milestone, and that milestone is the resurrection of Jesus Christ. ക്രിസ്തുവെന്ന ആ ക്രിസ്തുവിന്റെ Come on, somebody need to give a big hand to the Lord. ചരിത്രത്തിന് എഡിയും ബിസിയുമായി We don't serve a dead God. നാം ഒരു മരിച്ച ദൈവത്തെ We don't serve a dead God. ഒരു മരിച്ച ദൈവത്തെ We are not serving a God who is locked inside the grave. ആമേൻ. കല്ലറയിൽ അടയ്ക്കപ്പെട്ടു കിടക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. But we serve a God നാം സേവിക്കുന്ന who ദൈവം has the keys of power of darkness, or keys of death, keys of life, who has the keys over dominion over everything. We serve that Christ, and somebody give a big hand to the Lord and worship that Lord. മരണത്തിന്റെ ജീവിതത്തിന്റെ പാതാളത്തിന്റെ സകലത്തിന്റെ കാര്യത്തിന്റെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. Come on, give a big hand to the Lord. കരങ്ങളെ അടിച്ചാൽ ദൈവത്തെ If you're really happy in the presence of the Lord, ദൈവത്തെ ആരാധിക്കുക. if you're proud of your God is resurrected God, ആമേൻ. നിങ്ങളുടെ ദൈവം if ഉയർത്തെഴുന്നേറ്റ you're proud of ദൈവമാണെങ്കിൽ your God is alive, അതിൽ നിങ്ങൾ പുകഴുന്നുണ്ടെങ്കിൽ how can you sit quiet? എപ്രകാരം നിങ്ങൾക്ക് മൗനമായി How ഇരിക്കാൻ can you sit കഴിയും? quiet? എപ്രകാരം I മൗനമായി would ഇരിക്കാൻ rather കഴിയും? jump and praise ഞാൻ God. തുള്ളിച്ചാടി I would ആരാധിക്കും. rather dance and praise ഞാൻ God, നൃത്തം ചെയ്ത് ദൈവത്തെ because സ്തുതിക്കും. I don't serve a dead God. കാരണം ഞാൻ മരിച്ച ദൈവത്തെ I serve a ആരാധിക്കുന്നത്. living God. ജീവനുള്ള He ദൈവത്തെ is ആരാധിക്കുന്നു. my ആ God. ദൈവം എന്റെ He ദൈവം. is my ആ Savior. ദൈവം എന്റെ He രക്ഷകൻ. is my ആ healer. ദൈവം എന്റെ He സൗഖ്യദായകൻ. is my comforter. എന്നെ Come ആശ്വസിപ്പിക്കുന്ന on, ദൈവം. church. He is our ആ Savior. ദൈവം എന്റെ He രക്ഷകൻ. is our healer. എന്നെ He സൗഖ്യമാക്കുന്ന is ദൈവം. our Savior. എന്നെ രക്ഷിക്കുന്ന Somebody need to ദൈവം. give a big hand to the Lord അക്കരങ്ങളെ അടിച്ചാൽ ദൈവത്തെ and worship the Lord God Almighty. ദൈവത്തെ Oh, ആരാധിച്ചാട്ടെ. Rabba Shakena, Rabba Shamdale. Hallelujah. Hallelujah. ആമേൻ. There is a reason why I serve this Lord. ആമേൻ. ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു കാരണമുണ്ട്. I don't serve a dead God. ഞാൻ മരിച്ച ദൈവത്തെ അല്ലാരാധിക്കുന്നത്. Still alive. ഇന്നും ജീവനോടിരിക്കുന്ന Still ദൈവം. on the throne. ഇന്നും സിംഹാസനത്തിലായിരിക്കുന്ന Today ദൈവം. also He can do great things. ഇന്നും വലിയ ചെയ്യുവാൻ കഴിയുന്ന Yesterday ദൈവം. also He worked in my life. ഇന്നലെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. Yesterday also He worked in your life. ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ We പ്രവർത്തിച്ചു. were dead in sins. ആമേൻ. നിങ്ങൾ പാപത്തിൽ He മരിച്ചവരായിരുന്നു. brought us out. പക്ഷെ അതിൽ നമ്മളെ പുറത്തു I want to കൊണ്ടുവന്നു. tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. this Lord can take over you. ആമേൻ. നിങ്ങളെ ഏറ്റെടുക്കുവാൻ ഈ He ദൈവത്തിന് can കഴിയും. remove the curse over you. നിങ്ങളുടെ മീതിയുള്ള ശാപത്തെ എടുത്തു He can മാറ്റാം. remove the traditional things out of you. പാരമ്പര്യ കെട്ടുകളെ എടുത്തു മാറ്റുവാൻ He കഴിയും. can cast the devil out. ആ പിശാചിനെ പുറത്താക്കുവാൻ He കഴിയും. can break every yokes of darkness. എല്ലാ അന്ധകാരത്തിനും നുകത്തെയും വെട്ടിമാറ്റുവാൻ He കഴിയും. can break every divination. എല്ലാ പൈശാചിക ശക്തിയെയും He എടുത്തു can മാറ്റുവാൻ break കഴിയും. every black magic. എല്ലാ ബ്ലാക്ക് മാജിക്കിനെ എടുത്തു മാറ്റുവാൻ He കഴിയും. can break every power of darkness. എല്ലാ അന്ധകാരത്തിന്റെ ശക്തിയെ മാറ്റുവാൻ Who കഴിയും. can break the door of the grave? ആമേൻ. കല്ലറയുടെ വാതിൽ തകർക്കാമെങ്കിൽ Who can come out of the grave? ആമേൻ. കല്ലറയിൽ നിന്ന് പുറത്തു He വരുന്നു. can take you out of the grave. ആമേൻ. നിങ്ങളെ കല്ലറയിൽ നിന്ന് പുറത്തു If you are in a കൊണ്ടുവരാൻ കഴിയും. grave situation, നിങ്ങൾ ഒരു കല്ലറയുടെ if you're in a അവസ്ഥയിലാണെങ്കിൽ, darkness situation, ഒരു അന്ധകാരത്തിന്റെ my Lord is അവസ്ഥയിലാണെങ്കിൽ, there. എന്റെ ദൈവമുണ്ട്. confess Jesus as your Savior. ഈ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുക. Confess Jesus as your Savior. നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക. Confess it with your mouth. നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റുപറയുക. Same time believe in your heart. അതേ സമയം ഹൃദയത്തിൽ വിശ്വസിക്കുക. Romans 8 and 9 says, റോമാലേഖനം 8:9 and I want you all to help me with this. ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. Come on, help me with preaching. ആമേൻ. ശ്രദ്ധിച്ച് ഓർക്കെ വായിക്കാം. You, however, are not in the flesh, but in the... If, in fact, the Spirit of God dwells in you, anyone who does not have the Spirit of Christ does not
belong to him. ആമേൻ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ആരും ക്രിസ്തുവിനുള്ളവൻ. What does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Now I am not living in flesh. ആമേൻ. ഇനി ഞാൻ ജഡത്തിലല്ല I am ജീവിക്കുന്നത്. not walking in flesh. ഞാൻ ജഡത്തിലല്ല Though നടക്കുന്നത്. I have flesh. എനിക്ക് But ജഡമുണ്ടെങ്കിലും the day I confess Jesus, പക്ഷേ കർത്താവിനെ സ്വീകരിച്ച ദിവസം, that day Spirit came ആ upon me. ദിവസം ഈ ആത്മാവ് എന്റെ ഉള്ളിലേക്ക് വന്നു. Hallelujah. ആമേൻ. Hallelujah. Amen. It's not when you speak in tongues. നിങ്ങൾ അന്യഭാഷയിൽ പറയും മാത്രമല്ല, It's not when you are very holy. നിങ്ങൾ വലിയ വിശുദ്ധിയിലായിരിക്കും മാത്രമല്ല, It's not when you are super white holy. ആമേൻ, നിങ്ങൾ ഏറ്റവും വെള്ള ഉള്ള ആ വിശുദ്ധിയിലല്ല. It's not when you become a part of holiness church. ആമേൻ, ഒരു വിശുദ്ധിയുടെ ഹോളിനെസ് ചർച്ചിൽ It's ആകുമ്പോഴല്ല, not when you become a part of Pentecostal ഒരു church. പെന്തക്കോസ്ത് സഭയിലാകുമ്പോഴല്ല, The day you accept Jesus. നിങ്ങൾ ആ ക്രിസ്തുവിനെ സ്വീകരിച്ച When ദിവസം, you accept Jesus, ക്രിസ്തുവിനെ സ്വീകരിച്ച ദിവസം Holy Spirit is there. ആ പരിശുദ്ധാത്മാവ് വന്നു. And this Holy Spirit is taking you. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ Bible നയിക്കുകയാണ്. is very clear. വചനം വ്യക്തമായി പറയുന്നു, Anyone does not have the Spirit of God. ഈ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ഏവനും, That means anyone who is not saved. ആമേൻ, അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെടാത്ത ഏവനും, That means anyone who have not confessed Jesus as Savior. അതിന്റെ അർത്ഥം ക്രിസ്തു രക്ഷിതാവെന്ന് ഏറ്റുപറയാത്ത ഏവനും, Spirit of God is not in him അവന്റെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ ആത്മാവില്ല, and he doesn't belong to Christ. അവൻ ക്രിസ്തുവിനുള്ളവനുമല്ല. How pathetic it would be എത്ര വിഷമകരമായിരിക്കും when you find out that you don't belong to God. നിങ്ങൾ ദൈവത്തിനുള്ളവനല്ല എന്ന് കണ്ടെത്തുമ്പോൾ. Can we say, Lord, I need you? എന്ന് പറയാമോ, ദൈവമേ എനിക്ക് അങ്ങേ ആവശ്യമാണ്. See, John chapter 3, യോഹന്നാൻ 3-ാം അധ്യായം, Jesus is speaking to Nicodemus. നിക്കോദീമോസിനോട് കർത്താവ് സംസാരിക്കുകയാണ്. And Jesus said this, ഇപ്രകാരം പറയുവാനിടയായി, you need to be born of water and spirit. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കേണ്ട ആവശ്യമാണ്. Nicodemus is asking what I'm going to do. നിക്കോദീമോസ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? Jesus gives an explanation. അതിന്റെ മറുപടി കർത്താവ് കൊടുക്കുന്നുണ്ട്. And the explanation is chapter 3 verse 6 to 8. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ Come on, help me with reading loudly. നമുക്ക് ഉറക്കെ വായിക്കാം. That which is born of the flesh is flesh. What do you mean by born of flesh is flesh? That is a natural birth. ആമേൻ. ജഡത്തിൽ ജനിച്ചത് ജഡമായിരിക്കും. അത് നാച്ചുറൽ ജനനത്തെ കുറിച്ച് കാണിക്കുന്നു. We all were born like babies, right? ആമേൻ. നാം എല്ലാവരും ശിശുവായി One time we ജനിക്കപ്പെട്ടു. also were so cute. ആമേൻ. ഒരിക്കൽ നമ്മളെ കാണുവാനെല്ലാം We were വളരെ so beautiful and cute. ആമേൻ, വളരെ സൗന്ദര്യമുള്ളതായിരുന്നു. We all were born like babies, right? ആമേൻ. നാം എല്ലാവരും ജനിച്ചപ്പോൾ ശിശുവല്ലായിരുന്നു. Nobody came like sumo. We all were babies. നാം എല്ലാവരും ശിശുവായിട്ടാണ് ജനിച്ചത്. So that is born of flesh. ആമേൻ. അതാണ് ജഡത്തിൽ ജനിക്കുക എന്ന് പറയുന്നത്. And then അതിനുശേഷം we born again. അതിനുശേഷം വീണ്ടും ജനിക്കുക. Why do we say born again? എന്തുകൊണ്ടാണ് നാം വീണ്ടും ജനിക്കുക എന്ന് We പറയുന്നത്? already have a birth in flesh. ആമേൻ. ജഡത്തിൽ ഒരു ജനനം നമുക്കുണ്ട്. We need to be born again. ആമേൻ. അതിൽ നിന്ന് നാം വീണ്ടും ജനിക്കേണ്ട That's why I ആവശ്യമാണ്. said, and that which is born of the Spirit is spirit. The next one. Do not, come on everybody, do not marvel that I said to you, you must. The word you, born again is not an option. It is an obligation. വീണ്ടും ജനനം അത് ഒരു ഓപ്ഷൻ അല്ല, പക്ഷെ അതൊരു കർത്തവ്യം Well, തന്നെയാണ്. if I get a chance, I will born again, but I'm good. ആമേൻ. ഒരു സാധ്യത ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ജനിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. Don't wait for options. ആമേൻ. അപ്രകാരം ഒരു It is സാധ്യത an obligation. Bible says, ആമേൻ. അതൊരു കർത്തവ്യമാണ്. when you were വചനം born of പറയുന്നു, flesh, നിങ്ങൾ ജഡത്തിൽ you were ജനിച്ചപ്പോൾ just flesh. നിങ്ങൾ വെറും God ജഡമായിരുന്നു. is not in there. അതിൽ ദൈവമില്ല. But the day you are born of spirit, that means that born again. നിങ്ങൾ ആത്മാവിൽ ജനിക്കുമ്പോൾ, Verse അതായത് 8 says, വീണ്ടും the ജനിക്കുമ്പോൾ, wind blows where it, come on everybody, the wind blows where it wishes, and you hear its sound, but you do not know where it comes from or where it goes. So is it with everyone who is born of. You are led by spirit. ആമേൻ. അതിന്റെ അർത്ഥം നിങ്ങളെ നയിക്കുന്നത് ഈ ആത്മാവാണ്. Hello? You Amen. are led by spirit. ഈ ആത്മാവാണ് നിങ്ങളെ Praise നയിക്കുന്നത്. God. So Amen. when the spirit comes inside you, ഈ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ you are led by the spirit. ഈ ആത്മാവിലാണ് നിങ്ങൾ So remember, നയിക്കപ്പെടുന്നത്. this is very important. Everybody listen this. ആമേൻ. ശ്രദ്ധിച്ചത് കേൾക്കണമേ, വളരെ പ്രാധാന്യമുള്ളതാണ്. When Holy Spirit is within us, ആമേൻ. നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവുള്ളപ്പോൾ, Romans 8:15 to 17 says, റോമാലേഖനം 8:15-17 help me all, come on, help me to preach. നമുക്ക് ഓർമ്മിച്ച് വായിക്കാം. For you did not receive the spirit of slavery to fall back into fear, but you have received the spirit of adoptions as sons, by whom we cry, Abba, Father. The Spirit Himself bears witness with our spirit that we are the children of God, and if children, then
heirs, heirs of God, and fellow heirs with Christ, provided we suffer with him in order that we may also be. Amen. Hallelujah. Does that verse express itself? ആമേൻ. ആ വാക്യം തന്നെ അതിനെ Can somebody give a വിശദീകരിക്കുന്നില്ലയോ? big hand to the Lord? എത്ര പേർക്ക് ആ കരങ്ങളെ അടിച്ച ദൈവത്തെ Can we give a big hand to the Lord? ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ What does that മഹത്വപ്പെടുത്താൻ mean? എന്താണ് അത് അർത്ഥം ചെയ്യുന്നത്? When the Spirit of the Lord is within us, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ we are not supposed to fall back. നാം വീണ്ടും വീണു When പോകുവാനല്ല, you take a step, നാം ഒരു ചുവട് വെക്കുമ്പോൾ remember there are all chances to pull you back. ആമേൻ, നമ്മളെ പിന്നിലേക്ക് വലിക്കുവാൻ സകല ചാൻസും ഉണ്ട്. Do you know that? അത് നിങ്ങൾക്കറിയാമോ? When Jesus was filled with Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ക്രിസ്തു when dove descended upon Jesus, തന്റെ മീതെ പ്രാവ് എന്ന പോലെ ഇറങ്ങി വന്നപ്പോൾ what was the next thing? എന്താണ് അടുത്ത സംഭവം? Where did he lead? എവിടേക്കാണ് പോയത്? Holy Spirit led Jesus to what? Wilderness, to be. That means the phase is when Holy Spirit is within you, you will be tempted. ആമേൻ. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് But there is a അയച്ചുവരാൻ നമുക്കുമുണ്ട്. guarantee. പക്ഷേ ഒരു ഉറപ്പുണ്ട്. If it is Holy Spirit, ആ പരിശുദ്ധാത്മാവാണെങ്കിൽ, if this is the Holy Spirit, നാം പറയുന്ന അതേ പരിശുദ്ധാത്മാവാണെങ്കിൽ you will not fall. ഒരിക്കലും നാം വീണു You പോകുകയില്ല. will not fall in any temptation. ഒരു ടെംപ്ടേഷനിലും നാം വീണു പോകുകയില്ല. Temptation is not wrong. ആമേൻ. പരീക്ഷകൾ വരുന്ന തെറ്റല്ല. Temptation is not sin. ആമേൻ. അത് പാപവുമല്ല. Temptation will come. ആമേൻ. തീർച്ചയായിട്ടും ടെംപ്ടേഷൻ വരും. Tempter will come. ആ പരിശോധകനും വരും. Falling back into temptation is the failure of your Christian life. പക്ഷേ ഈ പരിശോധനകളിൽ വീണു പോകുന്നതാണ് ക്രിസ്തീയ And ജീവിതത്തിന്റെ always remember this. പക്ഷേ എപ്പോഴും ഇത് ഓർക്കുക, There is a deceiver എപ്പോഴും നമ്മളെ ഡിസീവ് ചെയ്യാൻ ഒരുവനുണ്ട്, to deceive you. നമ്മളെ കബളിപ്പിക്കുവാൻ. As soon as Satan sees you are filled with Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണെന്ന് ഈ പിശാച് കാണുമ്പോൾ he will send all kind of demons. അവൻ താൻ സകല ഭൂതങ്ങളെ അയക്കുവാനിടയാകും. Good looking demons. അവൻ കാണാൻ കൊള്ളാവുന്ന ഭൂതങ്ങൾ, Beautiful demons. വളരെ സൗന്ദര്യമുള്ള ഭൂതങ്ങൾ, Handsome demons. അവൻ നല്ല മനോഹരമായ ഭൂതങ്ങൾ. Amen. Super. Handsome and beautiful, bold and beauty. അവൻ വളരെ സൗന്ദര്യമുള്ള All these demons will come to you. ഈ എല്ലാ ഭൂതങ്ങളും വരും. Is there anybody confronting these demons? ഇപ്രകാരമുള്ള ഭൂതങ്ങളെ നേരിടുന്ന ആരെങ്കിലും ഉണ്ടോ? Don't tell me no. അവൻ ഇല്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. We all eat the same chapati. നാം എല്ലാവരും ഇതേ ചപ്പാത്തി തന്നെയാ കഴിക്കുന്നത്. We eat the same fish and same thing. ഇതേ ചോറും കറിയാണ് നാം കൂട്ടുന്നത്. So don't tell me that you don't have these demons coming up. അതുകൊണ്ട് ഇപ്രകാരം ഭൂതമൊന്നും എന്നെ അലട്ടുന്നില്ലെന്ന് പറയരുത്. Somebody says, "Oh, I'm married." അവൻ ഞാൻ വിവാഹിതനാണ്. Then you should be more careful about it. നിങ്ങളാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. Because you are experience holders now. കാരണം നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. So all kind of demons will come. ഇപ്രകാരമുള്ള എല്ലാ ഭൂതങ്ങളും വരും. Hey, we need to be very assured of that. We should not fall back. ആമേൻ. വീണ്ടും പഴയതിലേക്ക് വീണു പോകാതെ നാം ഉറപ്പുള്ളവരായിരിക്കണം. And this Holy Spirit, ഈ പരിശുദ്ധാത്മാവ് He gives us ആമേൻ ഇത് the നമുക്ക് boldness to call Abba, Father. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ ധൈര്യം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു വരും. Everybody cannot call Jesus and God Father as, "Oh, my Father, my Daddy, my God." No, everybody cannot do that. But if you can do that, എല്ലാവർക്കും കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയുണ്ടെങ്കിൽ, are you with me? ആമേൻ, നിങ്ങൾ Can we give a എന്നോട് big hand to the Lord? കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? Amen. Hallelujah. ആമേൻ. Praise God. ആമേൻ. Now, the next I want you to read this one too. Galatians 4:6 and 7. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 6-7 Come വാക്യങ്ങൾ. on, read with me. And because you are the sons, God has sent Spirit of His Son into. So who is this Holy Spirit? Actually, Spirit of the Son or the Spirit of Father. That's why I said it's triune God. It's God in 3%. So Holy Spirit is coming inside you. ആമേൻ. ഈ ത്രിയേകമായ ദൈവത്തിന്റെ അതേ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക്. And what it says? എന്താണ് പറയുന്നത്? What is Holy Spirit telling us? എന്താണ് Abba. Come on, read. Abba, Father. So you are no longer a slave, Amen. but a son. And if a son, then an heir through God. Everything that belongs to God belongs to you. ആമേൻ. ആ ദൈവത്തിനുള്ള സകലതും പിന്നെ നിങ്ങൾക്കുമുള്ളതാണ്. One important thing, and I think most of Christians misunderstands this. പല ക്രിസ്ത്യാനികളും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. It is this time when He comes within us, you start producing the fruit of Holy Spirit. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ സമയത്താണ് നാം ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന്.
So when I hear this, I hear this often, saying that, when you receive tongues, that is the gift, and then gift will produce the fruit. ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അനുഗ്രഹം ലഭിച്ചു, Again, gift, ദാനം, കൃപാവരങ്ങൾ. വരങ്ങൾ ലഭിച്ചു, അപ്പോൾ അതിന്റെ ഫലം നിങ്ങൾ പുറപ്പെടുവിക്കും. Absolutely wrong. അത് വളരെ തെറ്റായ ചിന്തയാണ്. The day you are saved, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം Holy Spirit comes inside you. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. Start bearing fruit. അമ്മേ, നിങ്ങളിൽ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. Got it? മനസ്സിലായോ? Never ask this, Lord, Pastor, why this guy is speaking in tongues and not producing fruit? ആമേൻ. ഈ വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുന്നു, പക്ഷെ ഫലമൊന്നും കാണുന്നില്ല എന്ന് ഒരിക്കലും ചോദിക്കരുത്. My question is to you. എന്റെ ചോദ്യം നിങ്ങളോട്, Without speaking in tongues, why don't you produce fruit? ആമേൻ, നിങ്ങൾ അന്യഭാഷ സംസാരിക്കാതെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഫലം The പുറപ്പെടുവിക്കുന്നില്ല? fruits starts bearing up the day when Jesus comes within us. നമ്മുടെ Holy Spirit comes within നമ്മുടെ us. ഉള്ളിലേക്ക് ഈ ആത്മാവ് വരുന്ന അതേ സമയം തന്നെ ഫലം പുറപ്പെടുവിക്കാൻ Galatians തുടങ്ങും. 5:22. ഗലാത്യർലേഖനം Come on, 5:22. let's read. നമുക്ക് ചേർന്ന് വായിക്കാം. The fruit of the Spirit is, come on everybody. Fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. Against such thing there is no law. If we live by Spirit, let us also keep in step with the Spirit. Let us not become conceited, provoking one another, envying one another. ആമേൻ. Got it? മനസ്സിലാകുന്നുണ്ടോ? Not after receiving prophecy and receiving tongues. ആമേൻ. നിങ്ങൾ അന്യഭാഷയും പ്രവചനവും ലഭിച്ചതിന് ശേഷം, The day you are born again, നിങ്ങൾ വീണ്ടും ജനിച്ച അതേ ദിവസം you start bearing fruit. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. Is it good? മനസ്സിലാകുന്നുണ്ടോ? Hello? ആമേൻ. So please don't ask questions why this guy is still prophesying and not bearing fruit. ആമേൻ. ഇനി വീണ്ടും ചോദിക്കരുത്, ഈ വ്യക്തി പ്രവചിക്കുന്നുണ്ട് പക്ഷേ ഒരു ഫലവും കാണുന്നില്ലല്ലോ. My question will be, you are saved and still not producing fruit. നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ, പക്ഷേ ഇതുവരെയും ഒരു ഫലവും ഇല്ലല്ലോ. So my friends, let's us produce fruit. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഫലം പുറപ്പെടുവിക്കാം. So I am going to, there are 5 evidences of Holy Spirit within us. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, അതിന് 5 തെളിവുകളുണ്ട്, 5 evidences. 5 എവിഡൻസ് ഉണ്ട്. Number 1. ഒന്നാമതായി, Number 1 is the salvation testimony of a believer. ആമേൻ, ഒരു വിശ്വാസിയുടെ രക്ഷിക്കപ്പെട്ട ആ ഒരു സാക്ഷ്യം. Second, that Spirit itself testify in us Amen. that you are a children of God. നമ്മുടെ You are a child ഉള്ളിലുള്ള of God. ആത്മാവ് തന്നെ സാക്ഷ്യം പറയുകയോ നാം ദൈവത്തിന്റെ പൈതലാണെന്ന്. Third evidence, മൂന്നാമത്തെ തെളിവ്, manifestation of the fruit of Holy Spirit. ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുവാനിടയാകും. Fourth evidence, നാലാമത്തെ എവിഡൻസ്, I'll call it fraternal witness. ഫ്രറ്റേണൽ വിറ്റ്നസ് എന്ന് ഞാൻ പറയും. That means you will start loving your brothers and sisters who are in faith. ആമേൻ, വിശ്വാസത്തിലുള്ള നിങ്ങളുടെ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങും. ആമേൻ. Hello? ആമേൻ. എന്തോ പറ്റി? ഭയങ്കര പ്രയാസം, മൗനമായല്ലോ അങ്ങ്. Everyone became so silent. ഇവിടെ ഫെയ്ത്തിലുള്ള ബിലീവേഴ്സിനെ വിട്ടിട്ട് സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാ ഫെയ്ത്തിലുള്ള ബിലീവേഴ്സിനെ സ്നേഹിക്കണം. I mean, you cannot love your own blood relative brothers. That is when you are saying to love your faith കുടുംബത്തിലുള്ള brothers. സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ If the ദൈവസഭയിൽ ഇവിടെ ഇരുന്ന് വന്ന കർത്താവിന്റെ അത്താഴം കഴിച്ചിട്ട് കഥയില്ല. I mean, if in a family you cannot sit together and dine together, then there is no point in coming over here and dining with the Lord. That is the fourth evidence that you have Holy Spirit inside. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വധിവസിക്കുന്നു എന്നുള്ള നാലാമത്തെ തെളിവാണത്. We should be able to dine with our brothers, siblings, friends. നമ്മുടെ സഹോദരന്മാരോടൊപ്പം, നമ്മുടെ കൂട്ടുവിശ്വാസികളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, In family. കുടുംബത്തിനകത്തും. And then when we come in church, എന്നിട്ട് നാം സഭയിലേക്ക് വരുമ്പോൾ, the evidence is I can love anybody. ആമേൻ, അതിന്റെ തെളിവാണ് എനിക്ക് പിന്നെ ആരെയും സ്നേഹിക്കാം. You know, basic reason why you are not able to love others. ആമേൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ In the ഏറ്റവും church, basic, you always have a grudge, and every time you have something against somebody. ആരോടോ എപ്പോഴും നിങ്ങൾക്ക് ഒരു വിരോധമുള്ള പോലെ. It's not the problem in church. അത് സഭയുടെ പ്രശ്നമല്ല, It's the problem within you. അത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. You inside are so empty, and you are so broken in your family relationship that you want to show frustration somewhere,
And you show that in church. നിങ്ങളുടെ ഉള്ളിൽ വളരെ ശൂന്യമാണ്, നിങ്ങളുടെ കുടുംബജീവൻ തകർന്നിരിക്കുകയാണ്. ആ ഫ്രസ്ട്രേഷൻ എവിടെങ്കിലും കാണിക്കണം. അതാണ് നിങ്ങൾ പുറത്തു കാണിക്കുന്നത്. Fraternal love is a testimony when you have Holy Spirit. ഈ ഫ്രട്ടേണൽ ലവ് അതൊരു സാക്ഷ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ And there is പരിശുദ്ധാത്മാവ് a ഉണ്ടെങ്കിൽ. paternal witness. ആമേൻ. ഇതിൽ ഒരു പിതൃത്വമായ ഒരു വിറ്റ്നസ് ഉണ്ട്. You know what is that? എന്താണത്? Whenever I do wrong, ഞാൻ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു strike കിട്ടും. ആമേൻ, I am struck. I will get a chastening. ആമേൻ. ഒരു ചാസ്ലിംഗ്, ഒരു അടി കിട്ടുവാൻ ഇടയാവും. അത് തന്നെ. അപ്പോൾ കിട്ടുന്നവരുണ്ടോ ഇവിടെ? ആമേൻ. Are there people who are receiving on the spot? I get it. I do one mistake, within 24 hours I get right away. ഞാൻ ഒരു തെറ്റ് ചെയ്താൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് I അപ്പോൾ have തന്നെ not ലഭിക്കും. seen I have passed 24 hours. ആമേൻ. ഞാൻ അത് 24-നപ്പുറം കണ്ടില്ല. If I did this in morning, by evening I will be convinced. ആമേൻ. ഞാൻ രാവിലെ തെറ്റ് ചെയ്താൽ വൈകുന്നേരം മുമ്പ് തന്നെ എനിക്ക് കിട്ടിയിരിക്കും. Right away. അപ്പൊ തന്നെ കിട്ടിയിരിക്കും. അടി സഹിതം, അത് ഇൻട്രസ്റ്റ് സഹിതം കിട്ടുന്നത്. ആമേൻ. I get it with interest. Is there anybody else? അപ്രകാരമുള്ളവരുണ്ടോ? Amen. You don't have that, right? You guys are very holy people. നിങ്ങളെല്ലാം വളരെ വിശുദ്ധ. I am unholy. ഞാൻ ഏറ്റവും I അശുദ്ധൻ. am the only one. ഇവിടെയുള്ള ഏറ്റവും വലിയ അശുദ്ധൻ. You know, when you get that, ആമേൻ. അപ്രകാരം കിട്ടുമ്പോൾ, Pastor K. Joy was speaking today. ആമേൻ, പ്രിയ കെ ജോയ് പാസ്റ്റർ You are പ്രസംഗിക്കുകയായിരുന്നു. not illegitimate children. ആമേൻ. നിങ്ങൾ ഇല്ലെജിമേറ്റ് ഉള്ള മക്കളല്ല. The കൗലിടയന്മാരല്ലേ? പുള്ളി എന്താ മാനറിസം ഒക്കെ കീപ്പ് ചെയ്ത്. So illegitimate, if you have illegitimate children, you will just leave them whatever they want to do. ആമേൻ. നിങ്ങൾ കൗലുടയന്മാരാണെങ്കിൽ നിങ്ങൾ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അതിനനുസരിച്ച് നിങ്ങൾ വിട്ടേക്കും. Kids don't know what is illegitimate, right? ആമേൻ. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അറിയത്തില്ലായിരിക്കും എന്താ Illegal children. ആമേൻ. You ഇല്ലീഗൽ know, ആയിട്ടുള്ള okay. So when you have illegal, yeah, whatever they do, I don't care. ആമേൻ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും നമുക്കൊരു വിഷയമേ അല്ല. You do whatever you want, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, whatever you eat, നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോ, wherever you go, എവിടെ വേണമെങ്കിലും പൊക്കോ, what time you come, ഏത് സമയം വേണമെങ്കിലും what കയറി time you go. എപ്പോഴും വേണമെങ്കിലും ഇറങ്ങി That's പൊക്കോ, okay. എന്തായാലും കുഴപ്പമില്ല. Sign of illegitimate. അത് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലക്ഷണമാണ്. But if your parents are very keen about, പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയുള്ളവരാണെങ്കിൽ, where were you? എവിടെയായിരുന്നു? Why so late? എന്താണ് ഇത്ര ലേറ്റ് What ആയത്? did you eat? എന്താണ് കഴിച്ചത്? What did you drink? എന്താണ് കുടിച്ചത്? Who were with you? ആരായിരുന്നു നിങ്ങളുടെ കൂടെ? Who was with you? ആരായിരുന്നു നിങ്ങളുടെ കൂടെ? Why so late? എന്താണ് ഇത്ര താമസിച്ചേ? You get text. നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് You get അയച്ചൂടെ? call. ഒന്ന് വിളിച്ചൂടെ? You are not illegitimate. You are very much dearly loved children. നിങ്ങൾ ഏറ്റവും പ്രിയരായ മക്കളാണ് അപ്പോൾ. Because dad and mom cannot sleep without that. കാരണം അത് അന്വേഷിക്കാതെ മാതാപിതാക്കൾ കടന്നുറങ്ങുവാൻ കഴിയില്ല. So when Holy Spirit is within you, അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ He will give nice adi. ആമേൻ, നല്ല അടി കൊടുക്കുവാനിടയാകും. So 2 things are over. രണ്ട് കാര്യങ്ങൾ നമ്മൾ Third ശ്രദ്ധിച്ചു. thing, quick, and we will finish very soon. Third thing, മൂന്നാമത്തെ വസ്തുത വേഗത്തിൽ നമുക്ക് the Holy ചിന്തിക്കാം. Spirit is upon us. എന്റെ മീതെയുള്ള പരിശുദ്ധാത്മാവ്. What does that mean? എന്താണ് അതുകൊണ്ട് Now I am അർത്ഥമാക്കുന്നത്? saved. Now I am saved. ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. Now Holy Spirit, the third position. ആമേൻ. മൂന്നാമത്തെ സ്ഥാനമുണ്ട്. Jesus said after resurrection, ഉയർത്തെഴുന്നേറ്റ ശേഷം ക്രിസ്തു പറഞ്ഞു, Jesus said, He came and met disciples. Disciples were in a locked room. ഒരു അടച്ച മുറിക്കകത്ത് ശിഷ്യന്മാർ കൂടിയിരുന്നു. Jesus passed through the door. ആമേൻ. വാതിലിൽ കൂടെ കർത്താവ് കടന്നകത്തു വരുവാനിടയായി. Because now He was resurrected. Lord. കാരണം ഇത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട Nobody need ക്രിസ്തുവാണ്. to open a door for Him. ആരും ഇനി വാതിൽ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. Oh, Jesus just passed. Just think about this door is closed and Jesus is coming ഈ in. വാതിൽ അടഞ്ഞിരിക്കുന്നു, പക്ഷെ അതിലൂടെ ക്രിസ്തു നടന്നു വരുന്നു. And He stood on the pulpit. എന്നിട്ട് പുൽപിറ്റിൽ വന്നു നിന്നു. He said, peace be with you all. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാനിടയായി. And then He did. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഊതുവാനിടയായി. Receive the Holy ഈ Spirit. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. Did Jesus breathe? ആമേൻ. കർത്താവ് ശ്വാസിച്ചോ? Yes. തീർച്ചയായിട്ടും. He breathed. ആമേൻ. തീർച്ചയായിട്ടും ഊതി. He breathed and said, receive the Holy Spirit. എന്നിട്ട് ഊതിയിട്ട് പറഞ്ഞു, ഈ ആത്മാവിനെ First സ്വീകരിക്കുക. time Jesus saying, receive the Holy Spirit. ആദ്യമായിട്ടാണ് കർത്താവ് ഇത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. Holy Spirit came within them. ആമേൻ. അവരുടെ ഉള്ളിൽ But on the day of Pentecost, പക്ഷെ പെന്തക്കോസ്ത് നാളിൽ Bible says, വചനം പറയുന്നു, Jesus clothed Him ആമേൻ, അവരെ ഉടുപ്പിക്കുവാനിടയായി നാം വായിക്കുന്നു. by Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. What does that mean? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? This is the time when Jesus is baptizing a believer with Holy Spirit. ഈ സമയത്താണ് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുന്നത്. Do you remember what John the Baptist said? എന്താ യോഹന്നാൻ സ്നാനഭവൻ പറഞ്ഞത്? Matthew, Mark, Luke, John. ആമേൻ. എല്ലാ 4 സുവിശേഷങ്ങളിലും I baptize you with water. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. But who is coming? പക്ഷേ എന്റെ പിന്നാലെ He will വരുന്നവൻ baptize you നിങ്ങളെ സ്നാനപ്പെടുത്തും with the
Spirit, with Holy Spirit and fire. ആത്മാവിനാലും തീയാലും So on the സ്നാനപ്പെടുത്തു. day of Pentecost, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ Jesus baptized all these disciples with the Holy Spirit. ആമേൻ, ഈ പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാരെ There is an സ്നാനപ്പെടുത്തുവാനിടയായി. evidence of this action. ഈ ഒരു പ്രവൃത്തിയുടെ ഒരു തെളിവുണ്ട്. When Holy Spirit comes upon you, നിങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ that is a sure event. ആമേൻ, അതൊരു യഥാർത്ഥമായ ഒരു ഉറപ്പുള്ള ഒരു ഇവന്റ് ആയിരിക്കും. It will not be a private event. അത് വെറും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള You ഇവന്റ് അല്ല. will know it. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. Something will happen. എന്തെങ്കിലും സംഭവിച്ചിരിക്കും. You will act a little weird. നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കും. You will speak in tongues. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിരിക്കും. You will be completely different. നിങ്ങൾ വളരെ വ്യത്യസ്തമായി മാറും. That is the time He will release the gift. ആ സമയത്താണ് നിങ്ങൾ ഈ ദാനങ്ങൾ റിലീസ് And third thing ചെയ്യുന്നത്. happened, you will become a bold witness. നിങ്ങൾ ഒരു ധൈര്യമുള്ള ആ സാക്ഷികളായി Pastor മാറും. K. Joy was talking like this. ആമേൻ, പ്രിയ കെ ജോയ് പാസ്റ്റർ പ്രകാരം We പറഞ്ഞു, all are evangelists. നാം എല്ലാവരും We സുവിശേഷകന്മാരാണ്. all are evangelists. നാം എല്ലാവരും evangelist ആണ്. At this point, ഈ സമയത്ത് when Holy Spirit come upon you, നമ്മുടെ മീതെ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ you become a bold witness. നാം ധൈര്യമുള്ള സാക്ഷികളായി മാറും. You are not scared. പിന്നെ നമുക്ക് ഭയമല്ല. You are not scared in your college. പിന്നെ നമ്മൾ കോളേജിൽ ഭയപ്പെട്ടിരിക്കില്ല. You are not scared in your community. നമ്മുടെ കൂട്ടത്തിൽ നാം ഭയപ്പെട്ടിരിക്കില്ല. Everybody who is listening me, എന്നെ കേൾക്കുന്ന സകലരും, if you believe you are saved, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, if you believe you are saved, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് there is വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, no point in hiding. നിങ്ങൾ ഇനി മറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല. No point in hiding. നിങ്ങൾ മറഞ്ഞിരിക്കുന്നതിൽ You കാര്യമില്ല. can say all kind of excuses. നിങ്ങൾക്ക് സകല excuses Oh, my പറയാം. husband will not approve. ഓ, എന്റെ ഭർത്താവ് ഇത് അപ്രൂവ് ചെയ്യത്തില്ല. My family will not approve. എന്റെ കുടുംബം ഇത് My ഏറ്റെടുക്കില്ല. community will not approve. എന്റെ കൂട്ടം ഇത് എടുക്കത്തില്ല. Bible says, വചനം വിളിച്ചു if പറയുന്നു, you have truly been filled with Holy Ghost, നിങ്ങൾ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് you will നിറഞ്ഞവരാണെങ്കിൽ boldly witness. നിങ്ങൾ ധൈര്യശാലികളായി I have a പ്രഖ്യാപിക്കും. sister in here church ആമേൻ, ഇവിടെ എനിക്കൊരു സഹോദരിയുണ്ട്. who got saved. ആമേൻ, രക്ഷിക്കപ്പെട്ടു. Only one person. ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. Nobody else in family. കുടുംബത്തിൽ മറ്റാരും രക്ഷിക്കപ്പെട്ടില്ല. But you know what she dared? പക്ഷേ പുള്ളിക്കാരി എന്താ She said, ചെയ്തെന്നറിയാമോ? I am going to receive water baptism. ഞാൻ ജലത്തിൽ സ്നാനമേറ്റ She came to പോവുകയാണ്. this church, ഈ സഭയിലേക്ക് കടന്നു വന്നു. receive water baptism, ജലത്തിൽ സ്നാനമേറ്റു. told her family, തന്റെ കുടുംബത്തോട് പറഞ്ഞു, I am baptized. ഞാൻ സ്നാനപ്പെട്ടു. You can do whatever you want, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും but ചെയ്യാം. I will serve my Lord. പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ She's സേവിക്കും. still in this church. ഇന്നും ഈ സഭയിലുണ്ട്. She's still sitting here. ആമേൻ, ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. That is the bold witness of receiving Jesus Christ. അതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴുള്ള ആ If ധൈര്യത്തോടുള്ള you stay പ്രഖ്യാപനം. hiding, നിങ്ങൾ if you മറഞ്ഞിരിക്കുകയാണെങ്കിൽ, stay hiding, നിങ്ങൾ you will മറഞ്ഞിരിക്കുകയാണെങ്കിൽ hide forever. നിങ്ങൾ എന്നേക്കുമായി But മറഞ്ഞിരിക്കും. once for all, പക്ഷേ എന്നേക്കുമായി be a bold witness of Jesus. ക്രിസ്തുവിന് വേണ്ടി ധൈര്യമുള്ള If I die, ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. but I will preach my Lord. പക്ഷേ എങ്കിലും ഞാൻ എന്റെ ദൈവത്തെ കുറിച്ച് Hallelujah. ഹല്ലേലൂയ. Everybody, I want to let you know, എല്ലാവരോടും ഞാൻ വിളിച്ചു പറയട്ടെ, there is a power ആമേൻ, ഒരു ശക്തിയുണ്ട് that will come to you നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. and clothe you. നിങ്ങളെ ഉടുപ്പിക്കുവാൻ Luke 24:49 says, ലൂക്കോസ് 24:49 പറയുന്നു, and behold, I am sending the promise of my Father upon you. But stay in the city until you are clothed. That means you will be clothed, covered from high. Acts 1:8 says, അപ്പോസ്തലർ 1:8 പറയുന്നു, you will receive the power ആമേൻ, നിങ്ങൾ ഈ ശക്തി ലഭിക്കും. when the Holy Spirit has come ഈ upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മീതെ Come on, വരുമ്പോൾ and let's read. You will be my witness in Jerusalem, in all Judea, in Samaria, and to the end of this earth. Everybody who is hiding undercover, I want to challenge you. If you have received the Spirit of God, you should rise up and bear witness. ആമേൻ, ആരെങ്കിലും മറിഞ്ഞിരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച സകലരും ഇന്ന് ധൈര്യമുള്ള സാക്ഷികളായി പ്രഖ്യാപിക്കുക. Acts 11:15-17 says, അപ്പോസ്തലർ 11:15 മുതൽ 17 വരെ when പറയുന്നു. the Holy Spirit fell on them, Peter is saying this. ആമേൻ, പത്രോസാണ് ഇത് പറയുന്നത്. He's talking about Cornelius and the family report. കൊർനെലിയോസിനും കുടുംബത്തിനും സംഭവിച്ചത് When Holy Spirit fell upon them, അവരുടെ മീതെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, upon them, അവരുടെ മീതെ വന്നപ്പോൾ, and they just like as it came to us. നമുക്ക് ലഭിച്ചതുപോലെ നമ്മുടെ മീതെ And വന്ന Peter is പോലെ saying, I remembered ഞാൻ അത് the ഓർക്കുന്നു. word of our Lord Jesus. ആമേൻ, ക്രിസ്തു പറഞ്ഞ വാക്ക് ഓർക്കുന്നു. What is that? എന്തായിരുന്നു? John baptized with യോഹന്നാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത് water, but you will be baptized with the നിങ്ങളോ
That means this baptism, when Holy Spirit comes upon you, you start speaking in tongues. That is the baptism that John the Baptist was telling about Jesus. ആമേൻ. കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ അതേ സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. And this is the time when he gives you gift. ആമേൻ. ഈ സമയത്താണ് നിങ്ങൾക്ക് ആത്മാവിന്റെ വരങ്ങൾ 1 നൽകുന്നത്. Corinthians 12:1-7 says, 1 കൊരിന്ത്യർ 12:1-7 പറയുന്നു. concerning the spiritual gift. Come on, everybody, read with me. Concerning the spiritual gift, brothers, I do not want you to be uninformed. And then verse 7 says, to each is given the manifestation of the Spirit for the common good. That means the Spirit or the gift is given as a manifestation. ആമേൻ. ഇത് ഒരു പ്രകാശനത്തിനു വേണ്ടിയാണ് ഈ ആത്മാവിനെ നൽകി How തന്നിരിക്കുന്നത്. these young boys and girls were prophesying last month. ആമേൻ. കഴിഞ്ഞ മാസം നമ്മുടെ യുവജനങ്ങൾ പ്രവചിക്കുന്നത് നിങ്ങൾ How they were കണ്ടിരുന്നോ? speaking in tongues. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? Manifestation of Holy Ghost. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനങ്ങളാണ്. It is still there. ഇന്നുമുണ്ട്. It has not ceased. അത് നിന്നു പോയിട്ടില്ല. It is not ceased. അത് നിർത്തിയില്ല. Still at work. ഇന്നും പ്രവർത്തിക്കുന്നു. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? What are the gifts of Holy Spirit? എന്താണ് ആത്മാവിന്റെ വരങ്ങൾ? 9 gifts of Holy Spirit. 9 വരങ്ങൾ നമുക്ക് Word കാണാം. of wisdom. ആമേൻ. ജ്ഞാനത്തിന്റെ Word വരം. of knowledge. ആമേൻ. അറിവിന്റെ വരം. Faith. വിശ്വാസം. Gift of healing. ആമേൻ. സൗഖ്യം. Working of miracles. ആമേൻ. അത്ഭുതങ്ങൾ. Prophecy. പ്രവചനം. Discerning of spirits. വിവേചനം. Different kinds of tongues. ആമേൻ. പല ഭാഷകൾ. Interpretation of tongues. ആമേൻ. ഈ അന്യഭാഷ അത് തർജ്ജമ ചെയ്യുക. This all happens when Holy Spirit come upon us. പരിശുദ്ധാത്മാവ് നമ്മുടെ മീതെ വരുമ്പോൾ And സംഭവിക്കുന്നതാണ്. the last thing, എന്നാൽ അവസാനമായി the Holy Spirit is filling us. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയുകയാണ്. What does that mean? എന്താണ് അതുകൊണ്ട് It ഉദ്ദേശിക്കുന്നത്? means it's a continuous daily process. അതിന്റെ അർത്ഥം അത് നിരന്തരമായി എന്നേക്കും നടക്കുന്ന It is സംഭവമാണ്. walking in spirit. ആമേൻ. ഈ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന This അനുഭവമാണ്. is the time when you start giving thanks in all things. ആമേൻ. ഈ സമയത്താണ് സകലതിലും നാം നന്ദി കരേറ്റുന്നത്. Even when things doesn't work. ആമേൻ. സകലതും ശൂന്യമായിരിക്കുമ്പോൾ, When you go through loss. നിങ്ങൾ നഷ്ടത്തിൽ കൂടി കടന്നു When you പോകുമ്പോൾ, go through trouble. നിങ്ങൾ പ്രശ്നത്തിൽ കൂടി കടന്നു When you പോകുമ്പോൾ, see a death in family. നിങ്ങളുടെ കുടുംബത്തിൽ മരണം കാണുമ്പോൾ, When you see troubles in your life. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം കാണുമ്പോൾ, You know there is a special thing inside you. ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതയുണ്ട്. You will not grumble against God. ആ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പിറുപിറുക്കുകയില്ല. You will not retaliate. നിങ്ങൾ അപ്പോൾ വിട്ടുമാറുകയില്ല. Rather in everything, പക്ഷേ എല്ലാത്തിലും you will give thanks to the Lord. ദൈവത്തിന് സ്തുതി That is അർപ്പിക്കുവാനിടയാകും. called walking in spirit. അതിന്റെ അർത്ഥമാണ് ഈ ആത്മാവിൽ That is called നടക്കുക. filling in spirit. അതാണ് ആത്മാവിൽ നിറയുക എന്ന് Bible പറയുന്നത്. says making melody in your heart. ആമേൻ. വചനം പറയുന്നു ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് തുളുമ്പുക. You get a bad news. നിങ്ങൾ ഒരു മോശപ്പെട്ട വാർത്ത കേൾക്കുന്നു. Or your bank is gone. ഓ, നിങ്ങളുടെ ബാങ്ക് പോയി. You lost your job. നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടു. Somebody in your family died. നിങ്ങളുടെ കുടുംബത്തിൽ ആരോ മരിച്ചുപോയി. You know what will happen? എന്താ സംഭവിക്കുന്നത്? Suddenly the Holy Ghost will come. പെട്ടെന്ന് ഈ പരിശുദ്ധാത്മാവ് വരും. Will cover you up. നിങ്ങളെ അങ്ങ് And മറയ്ക്കുവാനിടയാകും. give you that stable heart. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തെ That is why you were singing. അതുകൊണ്ടാണ് നാം പാട്ട് I sing പാടുന്നത്. hallelujah. ഞാനൊരു ഹല്ലേലൂയ മുഴക്കും. In the midst of all trouble. എല്ലാ പ്രശ്നത്തിനും I നടുവിൽ sing hallelujah. ഞാനൊരു ഹല്ലേലൂയ In the midst മുഴക്കും. of all kind of problems. എല്ലാ പ്രശ്നത്തിനും Holy നടുവിൽ Spirit will come and rest on me. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് Come on, എൻ്റെ church, മീതെ I want to വരും. let you know. ഒരു കാര്യം ഞാൻ സഭയോട് പറയട്ടെ. Should not be just beside. Holy Spirit should not be beside us. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അരികെ മാത്രമല്ല, He should not be just within us. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, He should not just come upon us. നമ്മുടെ മീതെ വരിക But we മാത്രമല്ല, need to walk in spirit. ആ ആത്മാവിൽ തന്നെ നാം Galatians നടക്കുവാനിടയാകണം. 5:25 says, ഗലാത്യർ 5:25 പറയുന്നു, if I live by the Spirit, come on, if I live by the Spirit, let us all keep in step with the Spirit. Let us not become Amen. conceited, provoking one another, envying one another. James 1:2 says, count it all joy, my brothers, when you meet trials of various kind. I want to let you know 2 Corinthians chapter 10 verse 4 and 5 says, the weapon, the most powerful verse, the weapon, come on everybody, the weapon of our warfare are not of flesh, but have the divine power to destroy every stronghold. We destroy arguments and every lofty opinion raised against the knowledge of God, and take every thought captive to obey Christ. Friends, this is the place
when you are led by and walk by Spirit, you walk in dominion. ആമേൻ. ഈ ഒരു സാഹചര്യത്തിലാണ് നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഒരു ജയാളിയായി നടക്കുന്നത്. You know what? We talk about deliverance. ആമേൻ. നാം എപ്പോഴും വിടുതലിനെ കുറിച്ച് പറയും. By this time, ഈ സമയത്തിനുള്ളിൽ we should not be talking about deliverance. ആമേൻ, നാം വിടുതലിനെ കുറിച്ചല്ല പറയേണ്ടത്. When we started our journey, നാം യാത്ര തുടങ്ങിയപ്പോൾ we were struggling for deliverance. നാം ഒരു വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി But നാം now, by കഷ്ടപ്പെട്ടു. now, ഇപ്പോഴോ we are not talking about deliverance. നാം വിടുതലിനെ കുറിച്ചല്ല, We are talking about dominion. നാം അതിജീവിച്ചവരെയായിട്ടാണ്. Dominion. നാം അതിൽ I want to tell the അതിജീവിച്ചവരായിട്ടാണ്. church here. സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ. Oh, Jesus Christ said, കർത്താവ് യേശു പറഞ്ഞു, I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. Gates of Hades shall not overcome പാതാള you. ഗോപുരങ്ങൾ ജയിക്കുകയില്ല. No stronghold can stand before ഒരു you. കോട്ടയും നിന്റെ മുമ്പിൽ Every നിൽക്കുകയില്ല. stronghold has to be broken. എല്ലാ മതിലും ഇടിഞ്ഞു പോകണം. Every stronghold has to be broken. എല്ലാ കോട്ടയും Come ഇടിഞ്ഞു on, church, I പോകണം. want you to step your faith up. ആമേൻ. നിങ്ങളുടെ വിശ്വാസം ഒന്ന് Say, every ഉയർത്തട്ടെ. stronghold has to be broken. എല്ലാ കോട്ടയും മാറിപ്പോകണം. Every addiction has to go. എല്ലാ അഡിക്ഷനും Every വിട്ടുപോകണം. satanic things has to go. എല്ലാ സാത്താന്യമായതും വിട്ടുപോകണം. Every curse has to go. എല്ലാ ശാപവും വിട്ടുമാറണം. Every ghost has to leave. എല്ലാ ഭൂതങ്ങളും വിട്ടുമാറണം. Every ghost has to leave. എല്ലാ ഭൂതങ്ങളും When വിട്ടുമാറണം. Holy Ghost come, we live in dominion. നാം ഒരു We are ജയാളിയായിട്ടാണ്. not scared of anything. പിന്നെ മറ്റൊന്നിനും നാം Now say, ഭയപ്പെടുന്നില്ല. Holy Spirit, come rest on us. ആ പരിശുദ്ധാത്മാവേ എന്റെ Shall മീതെ we all വരിക. rise up in the presence of the Lord? അരിക്കുന്നിടങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് Come on, shall we all നിൽക്കാമോ? rise up in the presence of the Lord? അരിക്കുന്നിടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Everybody, would you lift your hands? ആ വിശുദ്ധ കരങ്ങൾ ഒന്ന് For a ഉയർത്തി minute, വെക്കാമോ? say, Holy Ghost, ഒരു നിമിഷമായി പറയാമോ? rest on പരിശുദ്ധാത്മാവേ us. എന്റെ മീതെ വരിക. come rest on us. എന്റെ മീതെ വരിക. Not just beside എന്റെ me, അരികെ മാത്രമല്ല, not just within me, എന്റെ ഉള്ളിൽ not മാത്രമല്ല, just upon me. എന്റെ മീതെ മാത്രമല്ല. I want to be filled with you. ആമേൻ. അങ്ങയാൽ Come on, would you lift your നിറയപ്പെടണം. voice? Lift your ആ voice. ശബ്ദമൊന്ന് ഉയരട്ടെ. Lift your voice. ആ ശബ്ദമൊന്ന് Say, ഉയരട്ടെ. Holy Ghost, പരിശുദ്ധാത്മാവേ, I need you. എനിക്ക് അങ്ങേ Say, I ആവശ്യമാണ്. need you. എനിക്ക് അങ്ങേ ആവശ്യമാണ്. Say, I need you. ആവശ്യമാണ്. हे पवित्र आत्मा, ആ പരിശുദ്ധാത്മാവേ, मुझे तेरी जरूरत है. ആമേൻ. എന്റെ അരികെ വരിക. मुझे तेरी जरूरत എനിക്ക് है. അങ്ങേ ആവശ്യമാണ്. तू मेरे बगल में नहीं, എന്റെ അരികെയല്ല, तू मेरे अंदर नहीं, എന്റെ അകത്ത് तू മാത്രമല്ല, केवल मेरे ऊपर नहीं, എന്റെ മീതെ पर तू മാത്രമല്ല, मेरे संग संग चलेगा. പക്ഷേ എനിക്ക് അങ്ങയുടെ ആത്മാവിൽ तालियां बजाकर നിറയപ്പെടണം. can we give a big hand to Lord? അക്കരങ്ങളെ അടിച്ച് Let's worship the name of the Lord.